ഹായ് പ്യാര വെച്ചോ, അനുസാറാണ്. എല്ലാ മക്കളും അടിപൊളിയല്ലേ? യെസ്, ഓണപരീക്ഷയൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ട് നിങ്ങളുടെ ക്ലാസ്സുകളൊക്കെ പുനരാരംഭിച്ചു. അടിപൊളിയായിട്ട് നിങ്ങളൊക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ട് എന്ന് അനുസാറിന് അറിയാം. എങ്ങോട്ടാണ് നിങ്ങൾ പഠിച്ചെത്തിയത്? സാറേ, ഞങ്ങൾ ക്രിസ്മസ് പരീക്ഷയിലേക്ക് പഠിച്ചെത്തി കഴിഞ്ഞു എന്ന് നിങ്ങൾ മനസ്സിൽ ഇങ്ങനെ പറയുന്നതാണ് സാറിന് കേൾക്കാം. ഓക്കെ അല്ലേ? റെഡി അല്ലേ? അപ്പോൾ നമ്മുടെ മുന്നിൽ ഇനി നമുക്ക് വരാനുള്ള പരീക്ഷ ക്രിസ്മസ് പരീക്ഷയാണ്. സെറ്റായിട്ട് നമുക്ക് എഴുതാൻ കഴിയും, യാതൊരു സംശയവുമില്ല. അപ്പോൾ ആ 2 യൂണിറ്റ് ഓണപരീക്ഷയ്ക്ക് നമ്മൾ പഠിച്ചു കഴിഞ്ഞപ്പോൾ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്ന യൂണിറ്റുകൾ 3, 4 യൂണിറ്റാണ്. അതിൽ 3ാമത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുള്ളത് 2 പാഠഭാഗങ്ങളാണ്. മീട്ട സന്തര എന്ന് പറയുന്ന ഒരു സംസ്മരൺ അഥവാ ഒരു ഓർമ്മക്കുറിപ്പാണ്. യായാവറാണ് ഇത് എഴുതിയിട്ടുള്ളത്. അതേപോലെ ചല എന്ന് പറയുന്ന ഒരു കഹാനിയും ഈ 3ാമത്തെ യൂണിറ്റിൽ നമുക്ക് പഠിക്കാനുണ്ട്. താന ബാന എന്ന് പറയുന്ന മനോഹരമായിട്ടുള്ള യൂണിറ്റാണ്. ഈ യൂണിറ്റിൽ നമുക്ക് പഠിക്കുന്ന മീട്ട സന്തര എന്നുള്ള ഒരു ഓർമ്മക്കുറിപ്പ് അഥവാ സംസ്മരൺ, യായാവറിന്റെ സംസ്മരണത്തിലെ ഒരു മനോഹരമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഈ ചോദ്യം ഡിസ്കസ് ചെയ്യുന്നതോടുകൂടി ഈ പാഠഭാഗം ഓൾമോസ്റ്റ് എൻ്റെ മക്കളുടെ മൈൻഡിലേക്ക് വരും. നിങ്ങൾക്ക് ആ പാഠഭാഗം റിവൈൻഡ് ചെയ്യാനും കൂടി സാധിക്കും. അപ്പം എന്താണ് അതിലുള്ള ചോദ്യം? നമ്മുടെ ആ ഒരു കഥ, ആ ഒരു ഓർമ്മക്കുറിപ്പിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾ പറയുന്ന ആ മനോഹരമായിട്ടുള്ള ആ പാഠഭാഗം നമ്മുടെ മൈൻഡിലേക്ക് ഇങ്ങനെ കൊണ്ടുവന്നിട്ടുണ്ടാവും നിങ്ങളില്ലേ? അപ്പോൾ നമുക്കറിയാം, ഒരു പെട്ടിക്കടയുണ്ട്. ആ പെട്ടിക്കടയിൽ സാധനം വാങ്ങാൻ പോകുന്ന ഫ്രൂട്ട്സ് വാങ്ങാൻ വേണ്ടിയിട്ട് പോകുന്ന യായാവറിനെ നിങ്ങൾക്ക് കാണാം അല്ലേ? അവിടെ നമുക്ക് അത് വിൽക്കുന്ന ആ സ്ത്രീയെ കാണാം അല്ലേ? ആ സ്ത്രീയാണോ അല്ലെങ്കിൽ അവരുടെ കൊച്ചു പേരക്കുട്ടിയാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങളുടെ മൈൻഡിൽ നിങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് നോക്കാം, ഇതിലുണ്ട് ലിഖേ കിസ്നെ കഹ, എഴുതൂ. കിസ്നെ കഹ ആരോടാണ് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ ആരാണ് പറഞ്ഞിട്ടുള്ളത് അല്ലേ? അപ്പൊ ഇവിടെ ഒരുപാട് പോയിന്റ് ഉണ്ട്. ഇത് ആരാണ് പറഞ്ഞിട്ടുള്ളത് എന്നാണ്. യുവതിയാണോ ലേഖകാണോ എന്നുള്ളത് മാത്രം നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിൽ നിന്നും എഴുതിയാൽ മതി. സെറ്റ് അല്ലേ? അപ്പൊ നമുക്ക് ഓരോന്നായിട്ട് നമുക്ക് എന്ത് ചെയ്യാം നോക്കാം. സന്തര മീട്ടാഹേ. എന്താണത്? സന്തര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, സന്തര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓറഞ്ചാണ് അല്ലേ? ഓറഞ്ചാണ്. അപ്പൊ ഓറഞ്ച് മീട്ടാഹേ, മധുരമുള്ളതാണ് അല്ലെ? മധുരമുള്ളതാണ്. ഓറഞ്ച് മധുരമുള്ളതാകുന്നു അല്ലെ? അപ്പൊ ഓറഞ്ച് മധുരമുള്ളതാണ് എന്ന് പറഞ്ഞത് ആരായിരുന്നു? അപ്പൊ നമുക്ക് അതിൽ യാതൊരു സംശയമില്ല, മധുരമുണ്ടോ എന്നൊക്കെ ചോദിച്ചത് ഓറഞ്ച് മീട്ടാഹേ, ഓറഞ്ച് മധുരമുള്ളതാണോ എന്ന് എപ്പോഴും ഈ പാഠഭാഗത്തിലൂടെ ചോദിച്ച ആൾ ആരായിരുന്നു? അതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല, നമ്മുടെ ലേഖകനായിരുന്നു ഇത് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. അത് സാറേ സിമ്പിളാണ്, ഞങ്ങൾക്കത് അറിയാം അല്ലേ? സെറ്റായിട്ട് ഞങ്ങളുടെ മൈൻഡിലുണ്ട് എന്ന് നിങ്ങൾ പറയും, ലേഖക്. ഓക്കെ, അപ്പൊ അത് നമുക്ക് ക്ലിയർ ആയി. ഒന്നാമത്തെ നമുക്ക് ടിക്ക് കൊടുക്കാം. ഇനി നമുക്ക് 2ാമത്തതിലേക്ക് നമ്മൾ എന്ത് ചെയ്യാണ്? രണ്ടാമത്തിലേക്ക് നമ്മൾ പോവാണ്. രണ്ടാമത്തെ എന്താ പറഞ്ഞിട്ടുള്ളത്? നോക്കിക്കോ, ശ്രദ്ധിച്ച് നോക്കിക്കോ. ഏക് പാവ് ചീനി മേ തോ ജ്യാദാ മീഠാ നഹീ ഹോഗാ. ഏക് പാവ് ചീനി മേ അല്ലേ എന്ന് പറഞ്ഞാൽ എന്താ? 1/4 കിലോ പഞ്ചസാരയിൽ അല്ലെ? 1/4 കിലോ പഞ്ചസാരയിൽ, ചീനി പറഞ്ഞാല് പഞ്ചസാരയാണ്. 1/4 കിലോ പഞ്ചസാരയിൽ ധാരാളം, ഒരുപാട്. മീട്ടാ നഹി ഹോഗ, 1/4 കിലോ പഞ്ചസാരയിലൊന്നും ഒരുപാട് മധുരം കിട്ടൂല എന്ന് പറഞ്ഞത് ആരായിരുന്നു അങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അതിൽ നമുക്ക് പ്രത്യേകം ഡൗട്ടൊന്നുമില്ല. അത് ആരാ പറഞ്ഞിട്ടുണ്ടായിരുന്നത്? ലേഖകാണോ യുവതിയാണോ അത് പറഞ്ഞിട്ടുള്ളത്? അതിലും നമുക്ക് ഡൗട്ടില്ല, നോ ഡൗട്ട് ലേഖകാണ് പറഞ്ഞത് അല്ലേ? ലേഖക് അങ്ങനെ കളിയാക്കി വേണ്ടി ചോദിച്ചപ്പോൾ പറഞ്ഞപ്പോൾ 1/4 കിലോ പഞ്ചസാര ഇടുമ്പോൾ 1/4 കിലോ പഞ്ചസാരയിലൊന്നും ഇത്രത്തോളം മധുരം ഉണ്ടാവില്ല എന്ന് എന്ത് ചെയ്യാണ് പറയാണ്. അപ്പൊ അതും നമുക്ക് സെറ്റായിട്ട് മനസ്സിലായി. ഇനി നോക്കിക്കോ, മീട്ടാ ഹേ തോ ക്യോം നഹി മീട്ടാ ഹോഗാ. എന്താന്ന് പറഞ്ഞാൽ മീട്ടാഹേ അല്ലേ? മധുരമുള്ളതാണെങ്കിൽ ക്യോം നഹി മീട്ടാ ഹോഗ അല്ലെ? എന്തുകൊണ്ട് മധുരമില്ല? മധുരമുള്ളതാണെങ്കിൽ എന്തുകൊണ്ട് മധുരമില്ല എന്ന് പറഞ്ഞത് ആരായിരുന്നു? ആ പാഠഭാഗം നമ്മുടെ മൈൻഡിലേക്ക് വരുമ്പോൾ തന്നെ നമുക്കറിയാം, അത് പറഞ്ഞിട്ടുള്ള ആളാരാ? യുവതിയാണ്. സെറ്റല്ലേ? അപ്പൊ അതും നമ്മൾ എന്ത് ചെയ്തു? മനസ്സിലാക്കി. പിന്നെ അടുത്തത് നോക്കൂ, കിത്തനി ചീനി ഡാലി. അടുത്ത ഇത് പറഞ്ഞതാരാ? കിത്തനി, എത്ര, ചീനി ഡാലി, എത്രത്തോളം പഞ്ചസാര ഇട്ടു അല്ലേ? ആ ഒരു ഫണ്ണാക്കാൻ വേണ്ടിയിട്ട് ആ ചോദിച്ച പാഠഭാഗത്തിൽ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മുടെ മൈൻഡിലേക്ക് വന്നു. എത്രത്തോളം പഞ്ചസാര ഇട്ടു എന്ന് പറഞ്ഞത് ആരായിരുന്നു? അതിലും നമുക്ക് യാതൊരു സംശയത്തിൻ്റെയും ആവശ്യമില്ല, അത് ലേഖകാണ് പറഞ്ഞിട്ടുള്ളത്. ഈ പഞ്ചസാര ഇടുന്നതിനെ കുറിച്ചും എത്രത്തോളം മധുരമുണ്ട് എന്ന് ചോദിച്ചതൊക്കെ ആരാണ്? ലേഖകാണ്, നോ ഡൗട്ട് അല്ലേ? അതേപോലെ ഏക് പവ്വ എന്ന് പറഞ്ഞാൽ എന്താ? ഏക് പവ്വ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ? 1/4 കിലോ അല്ലേ? 1/4 കിലോ അല്ലേ? 1/4 കിലോ ആണ് അല്ലേ? 1/4 കിലോ ആണ്. 1/4 കിലോ എന്ന് പറഞ്ഞത് ആരേനു? 1/4 കിലോ എന്ന് പറഞ്ഞത് ആരേനു? അത് നമുക്ക് സംശയമില്ല, യുവതിയാണ്. എത്രത്തോളം പഞ്ചസാര ഇട്ടു എന്ന് ചോദിച്ചപ്പോൾ അതിന് മറുപടി ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പിന്നെ നോക്കൂ,
തബ് തോ ജറൂർ മീഠാ ഹോഗാ. തബ് തോ ജറൂർ മീഠാ ഹോഗാ എന്ന് പറഞ്ഞാൽ എന്താ? ഹാ ശരി, തബ് തോ ജറൂർ മീഠാ ഹോഗാ, എങ്കിൽ തീർച്ചയായും മധുരം കാണും. എങ്കിൽ തീർച്ചയായും മധുരം കാണും. അത്രത്തോളം പഞ്ചസാര ഇട്ടുണ്ടോ? എങ്കിൽ തീർച്ചയായും മധുരം കാണും എന്ന് പറഞ്ഞത് ആരാ? അത് ലേഖകാണ്, നോ ഡൗട്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത് പറയുന്നുണ്ട് ദോ പവ്വ എന്ന് പറയുന്നുണ്ട്. ദോ പവ്വ, പവ്വാർണ നമ്മൾ പറഞ്ഞു. അപ്പൊ ദോ പവ്വാർണ 1/2 കിലോ ആയി മാറി അല്ലെ. 1/2 കിലോ, കാ കിലോ. അതേപോലെ ആദ്യം പറഞ്ഞു ഏക് പവ്വ കാ കിലോ, ദോ പവ്വ 1/2 കിലോ അല്ലെ. ഇത്തരത്തിൽ പറഞ്ഞു. അപ്പൊ 1/2 കിലോ എന്ന് പറഞ്ഞത് ആരായിരുന്നു? അതും യുവതിയാണ്. അതായത് പഞ്ചസാര ഇട്ടതിന്റെ കണക്ക് പറയുന്നതൊക്കെ നമ്മുടെ യുവതിയായിരുന്നു. നമ്മൾ ആ പാഠഭാഗം പഠിച്ചപ്പോൾ നമുക്ക് ഓർമ്മയുള്ള നമ്മുടെ ലൈവുകളൊക്കെ ഇന്ന് നമ്മൾ നടത്തിയിട്ടുണ്ട്. ആ ലൈവൊക്കെ കാണാത്ത മക്കളൊക്കെ അതൊന്നും കണ്ട് അടിപൊളിയാക്കും. ഓക്കെ, ഇനി അവസാനം പറയുന്നുണ്ട് ഹാ ബഹുത്ത് മീഠ, അതെ വളരെയധികം മധുരമുള്ളതാണ് എന്ന് പറഞ്ഞത് ആരാണ്? അതും യുവതിയാണ് പറഞ്ഞിട്ടുള്ളത്. ഓറഞ്ചിന് മധുരമുള്ള ഓറഞ്ചാണോ എന്നിങ്ങനെ ആ തമാശ രൂപത്തിൽ ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി പറയുന്നുണ്ട് വളരെയധികം മധുരമുള്ളതാണ് അല്ലേ. നമ്മളൊക്കെ ഒരു കടയിൽ പോയിട്ട് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങുമ്പോൾ ചേട്ടാ ഈ ഒരു മാമ്പഴത്തിന് എന്താ വില? ഒരു 100 രൂപയാകും. 100 രൂപയാകുമോ? അപ്പൊ ഇതിന് നല്ല മധുരം ഉണ്ടാവുമോ? അടിപൊളിയാണ് എന്നൊക്കെ പറയില്ലേ. ചിലപ്പോൾ അത് നമ്മൾ മുറിച്ച് കഴിക്കുമ്പോൾ വലിയ മധുരം ഒന്നും ഉണ്ടാവില്ല. പക്ഷെ അവർ പറയുന്നത് എന്താണ്? അടിപൊളിയാണ്, സെറ്റാണ് എന്നുള്ള രീതിയിലായിരിക്കും അവർ പറയുന്നുണ്ടാവുക. ഓക്കെ അല്ലേ? അപ്പൊ ഇത്തരത്തിലാണ് നമ്മുടെ പാഠഭാഗത്തിലെ ആ ഒരു സംഭവം. അപ്പൊ ലേഖക് പറയുന്നത് എന്താ? സന്തര മീഠാ ഹേ എന്ന് പറഞ്ഞിട്ടുള്ള ലേഖകാണ്. അതിൽ ഒരു സംശയവും വേണ്ട, ലേഖകാണ് അങ്ങനെ പറഞ്ഞിട്ടുള്ളത്. ഓക്കെ, പിന്നെ നോക്കൂ, ആ 1/4 കിലോ പഞ്ചസാര ഇട്ടാൽ ഇത്രത്തോളം മധുരമൊന്നും ഉണ്ടാവില്ല അല്ലേ, ലേഖക് പറയണ. അതേപോലെ മധുരമുള്ളതാണെങ്കിൽ എന്തുകൊണ്ട് മധുരമില്ല അല്ലേ എന്ന് പറഞ്ഞത് ആരെയും യുവതിയാണ് പറഞ്ഞിട്ടുള്ളത്. പിന്നെ അതേപോലെ കിത്തനി ചീനി ഡാലി, എത്രത്തോളം പഞ്ചസാര ഇട്ടു എന്ന് ചോദിച്ചത് ലേഖകാണ്. ഓക്കെ, പിന്നെ അതേപോലെ എത്ര 1/4 കിലോ എന്ന് പറഞ്ഞത് യുവതിയാണ്. അതായത് പഞ്ചസാര എത്രത്തോളം ഇട്ടു എന്നുള്ള 1/4 കിലോ 1/2 കിലോ ഈ കണക്ക് പറഞ്ഞതൊക്കെ ആരാണ്? യുവതിയാണ് എന്നുള്ളത് എൻ്റെ മക്കൾ മനസ്സിലാക്കി വെക്കാം. പിന്നെ പറയുന്നുണ്ട് ഹാ തബ് തോ ജറൂർ മീഠാ ഹോഗാ. ശരി, അങ്ങനെയെങ്കിൽ എന്തുണ്ടാവും? മധുരം ഉണ്ടാവും. 1/4 കിലോ ഇട്ടപ്പോൾ പറഞ്ഞെന്ത്? 1/4 കിലോ ഇട്ടാൽ ഇത്രത്തോളം മധുരം ഉണ്ടാവില്ല. പിന്നെ 1/2 കിലോ എന്ന് പറഞ്ഞപ്പോൾ എന്ത് പറഞ്ഞു? എന്നാ മധുരം ഉണ്ടാവും അല്ലേ. അത്രത്തോളം പറഞ്ഞത് ആരാ? ലേഖകാണ്. പിന്നെ ദോ പവ്വ എന്ന് പറഞ്ഞതും കിലോ കണക്ക് പറഞ്ഞതൊക്കെ ആരാണ്? നമ്മുടെ യുവതിയാണ് എന്ന് എൻ്റെ മക്കൾ എന്ത് ചെയ്യുക? മനസ്സിലാക്കുക. ഹാ ബഹുത്ത് മീഠാ ഹെ, വളരെയധികം മധുരമുള്ളത് എന്ന് പറഞ്ഞതും യുവതിയാണ്. അപ്പൊ ഇത് നിങ്ങൾ കൃത്യമായിട്ട് അനുസാർ ഈ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്തപ്പോൾ നിങ്ങൾ എൻ്റെ കൂടെ ഉത്തരം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പാഠഭാഗം ഫുൾ ക്ലിയർ ആയിട്ടുണ്ട്. ഇനി ആർക്കെങ്കിലും ക്ലിയർ ആവാത്ത മക്കളുണ്ടെങ്കിൽ നമ്മുടെ ലൈവ് നമ്മുടെ ഈ ചാനലിൽ തന്നെ അനുസാർ പോയിട്ടുണ്ട്. അതും കൂടി നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് എൻ്റെ മക്കൾക്ക് മനസ്സിലാവും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലടാ, പവറാണോ? അപ്പൊ ഇതാണ് നമ്മുടെ 3ാമത്തെ യൂണിറ്റിലെ മീഠാ സന്തര എന്ന് പറയുന്ന യായാവറിന്റെ മനോഹരമായിട്ടുള്ള ഒരു ഓർമ്മക്കുറിപ്പായിട്ട് അദ്ദേഹം ഒരു കഹാനി രൂപത്തിൽ ഇതിലൂടെ പറയുന്നത്. ഓക്കെ അല്ലേ? സെറ്റാണ്, സിമ്പിളാണ് എന്നുള്ളതാണ്. അപ്പം നമ്മുടെ അടിപൊളിയായിട്ട് നമ്മുടെ ബാച്ചുകളിലൊക്കെ ജോയിൻ ചെയ്ത മക്കളുണ്ട്. നമ്മുടെ 6ാം ക്ലാസ്സിന് ഒരു ബാച്ച് ഉണ്ട്, വജ്ര ബാച്ചാണ്. ഈ വജ്ര ബാച്ചിൽ ഇപ്പോൾ ഓഫറൊക്കെ നടക്കുന്നുണ്ട്. 15% ഓഫർ ഉണ്ട്, 50% ഓഫർ ഉണ്ട്. ആ 15% ഓഫറിലൊക്കെ നമ്മുടെ ബാച്ച് വാങ്ങാനുള്ള അവസരമൊക്കെ നിങ്ങൾക്ക് ഉണ്ട്. അപ്പോൾ താഴെ കാണുന്ന നമ്മുടെ ഈ പോകുന്ന സ്ക്രോളിൽ നിങ്ങൾ എന്ത് ചെയ്യുക? നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് ചെയ്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യുക? അതിൻ്റെ ഡീറ്റെയിൽ ഒക്കെ എടുക്കാം. നമ്മുടെ വജ്ര ബാച്ചിലേക്ക് കടന്നു വരാം. അപ്പോൾ എല്ലാ മക്കൾക്കും നല്ല അടിപൊളിയായിട്ട് പരീക്ഷകളൊക്കെ എഴുതാൻ സാധിക്കട്ടെ. നിങ്ങൾ എന്ത് ചെയ്യുക? സൈലത്തെ ഫോളോ ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടി ഒരുപാട് ഫാക്കൽറ്റീസ് ഇവിടെ അവൈലബിൾ ആണ്. എല്ലാവരും നിങ്ങളെ പഠിപ്പിക്കാൻ വേണ്ടി തയ്യാറായിട്ട് നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇനി വരുന്ന നമ്മുടെ ലൈവുകളും അതേപോലെ കോണ്ടന്റ് വീഡിയോസ് ഒക്കെ എൻ്റെ എല്ലാ മക്കളും കാണുക. അഗലാ വീഡിയോ മേ അനുസാർ ഫിർ മിലേഗാ. സബ്കാ बहुत बहुत शुक्रिया. बाय.